ഇന്നത്തെ ഐറ്റം സദ്യയിലെ പ്രധാന ഐറ്റമായിട്ടുള്ള കൂട്ടുകറിയുടേതാണ്. ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള വിഭവം കൂടിയാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കൂട്ടുകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. കൂട്ടുകറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് അളവിൽ കുമ്പളം ചെറുതായിട്ട് ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ക്യൂബ്സ് ആക്കിയിട്ട് ചെറുതായിട്ട് 1 കപ്പ് ചേന ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ പച്ചക്കായും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവ മൂന്നും 1 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പച്ചക്കറികളൊക്കെ ഒരു ഹാഫ് വേവായി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള 1 കപ്പ് അളവിൽ കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടല ആ ഒരു വേവിച്ചെടുത്തിട്ടുള്ള വെള്ളത്തോട് കൂടി തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വേവിച്ച് വെച്ചതിന് ശേഷം 1 കപ്പ് അളവിലാണ് ഇതിലേക്ക് കടല ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടച്ച് വെച്ച് ബാക്കി കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കണം, വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഏകദേശം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉഴുന്ന് നിർബന്ധമൊന്നുമില്ല, ഈ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം. അപ്പോൾ ഉഴുന്നും പൊട്ടിയിട്ട് ഏകദേശം കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 3 ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. ഞാൻ ഒരു തേങ്ങയുടെ 1/4 ഭാഗം ചിരകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലുണ്ടായാൽ കൂടുതൽ ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 തേങ്ങ എടുത്താലും മതിയാവും. പക്ഷേ കൂടുതൽ തേങ്ങ ഉണ്ടാകുമ്പോഴാണ് ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ല കളറൊക്കെ മാറി നല്ല നെരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് വരുന്നവരെ നന്നായിട്ട് തന്നെ വറുത്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് കളറ് മാറി നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് കിട്ടണം. അത്രയും സമയം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറവായിട്ട് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറിയിലേക്ക് ഈ ഒരു തേങ്ങ കൂട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ പച്ചക്കറിയൊക്കെ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവരുത്. അപ്പോൾ തേങ്ങയുടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര ഇതുപോലെ ചീകി എടുത്തതുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. പിന്നെ തുറന്ന് വെച്ചിട്ട് തന്നെ വറ്റിച്ചെടുക്കുകയും ചെയ്യാം. കുറച്ച് വെള്ളം ഇതിൽ വേണം കേട്ടോ. ഇനി കുറച്ചും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമ്മുടെ തേങ്ങയും നന്നായിട്ട് വറവായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നേരത്തെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഏകദേശം നന്നായിട്ട് തിളച്ച് വെള്ളമൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ എരിവ് കുറവുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയുടെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് ഈ ഒരു കൂട്ടുകറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ കുറഞ്ഞൊരു മധുരം ഉണ്ടാകുമ്പോഴാണ് ഈ ഒരു കൂട്ടുകറി ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ശർക്കരൻ്റെ അളവൊക്കെ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി റെഡി. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.